നമസ്കാരം. നമുക്ക് ന്യൂസ് ടൈം തുടങ്ങാം. അതിനു മുൻപ് ന്യൂസ് ടൈമിലെ പ്രധാന വാർത്തകൾ. കൊച്ചിയിൽ കൂട്ടാത്മഹത്യ. കൊച്ചി വടുതലയിൽ വാടകയ്ക്ക് താമസിക്കുന്ന തിരുവനന്തപുരം വിളപ്പിൽശാല സ്വദേശികളായ അശ്വതി നായർ, ശ്രീകുമാരി, 3 മക്കൾ എന്നിവരാണ് മരിച്ചത്. ചാവക്കാട് പ്രസവത്തിന് അക്യുപങ്ചർ ചികിത്സ തേടിയ യുവതി മരിച്ച സംഭവത്തിൽ ഭർത്താവ് പോലീസ് കസ്റ്റഡിയിൽ. ചാവക്കാട് സ്വദേശി ഇബ്രാഹിമിനെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ചാലക്കുടിയിൽ LDFന് പേയ്മെന്റ് സീറ്റ് എന്ന ആരോപണം. LDF മുൻ സ്ഥാനാർത്ഥി ഡെന്നിസ് കെ ആന്റണിയാണ് ഗുരുതര ആരോപണവുമായി രംഗത്തെത്തിയത്. വിശദമായ വാർത്തകളിലേക്ക് പോകാം. കൊച്ചിയിൽ കൂട്ടാത്മഹത്യ. കൊച്ചി വടുതലയിൽ വാടകയ്ക്ക് താമസിക്കുന്ന തിരുവനന്തപുരം വിളപ്പിൽശാല സ്വദേശികളായ അശ്വതി നായർ, ശ്രീകുമാരി, 3 മക്കൾ എന്നിവരാണ് മരിച്ചത്. മക്കൾക്ക് വിഷം കൊടുത്ത ശേഷം ഇരുവരും ആത്മഹത്യ ചെയ്യുകയായിരുന്നു എന്നാണ് നിഗമനം. ഭർത്താവിന്റെ മരണത്തെ തുടർന്നുള്ള മാനസിക പ്രയാസങ്ങൾ മരണത്തിന് കാരണമായെന്ന ആത്മഹത്യാക്കുറിപ്പ് പോലീസിന് ലഭിച്ചു. മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിനായി കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. 2 മാസങ്ങൾക്ക് മുൻപാണ് തിരുവനന്തപുരം വിളപ്പിൽശാല കാരാട് സ്വദേശികളായ കുടുംബം കൊച്ചി വടുതലയിൽ വാടകയ്ക്ക് താമസിക്കാൻ തുടങ്ങിയത്. മകന്റെ ചികിത്സാർത്ഥമാണ് കൊച്ചിയിലേക്ക് എത്തിയത്. മൃതദേഹങ്ങൾക്ക് 3 ദിവസത്തെ പഴക്കമുണ്ട്. അവരുടെ ഫാമിലി എന്തൊക്കെ ഡിസ്പ്യൂട്ടാണ്, ആത്മഹത്യക്ക് കാരണം എന്നുള്ള തരത്തിലാണ് സൂയിസൈഡ് നോട്ട് എഴുതി വെച്ചിട്ടുള്ളത്. നമ്മൾ അന്വേഷിക്കുന്നുണ്ട്. ഇവരുടെ ഭർത്താവ് ഒരു സുമാർ 2 മാസം മുന്നേ ഹാങ് ചെയ്തിട്ടുണ്ട്, ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഇവരാണെന്നുള്ള ഉത്തരവാദി ഇവരാണെന്നുള്ള തരത്തിൽ ബ്ലെയിം ചെയ്തു എന്നൊക്കെയുള്ള തരത്തിലാണ് മറ്റേ സൂയിസൈഡ് നോട്ടിൽ എഴുതി വെച്ചു. ചാവക്കാട് പ്രസവത്തിന് അക്യുപങ്ചർ ചികിത്സ തേടിയ യുവതി മരിച്ച സംഭവത്തിൽ ഭർത്താവ് പോലീസ് കസ്റ്റഡിയിൽ. ചാവക്കാട് സ്വദേശി ഇബ്രാഹിമിനെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ഇയാളെ ചോദ്യം ചെയ്തു വരികയാണ്. വ്യാഴാഴ്ചയാണ് തൃശൂർ ചാവക്കാട് സ്വദേശി മുഹസിന പ്രസവാനന്തരമുള്ള അണുബാധ മൂലം മരണത്തിനു കീഴടങ്ങിയത്. ശരീരം മുഴുവൻ വ്രണം വന്ന അവസ്ഥയിലായിരുന്നു മൃതദേഹം. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഗർഭപാത്രത്തിൽ നിന്ന് തുടങ്ങിയ പഴുപ്പ് ശരീരമാസകലം ബാധിച്ചു എന്ന് കണ്ടെത്തിയിരുന്നു. യുവതിക്ക് പ്രസവാനന്തരം മതിയായ വൈദ്യസഹായം ലഭ്യമാകാത്തതിന് പിന്നിൽ ഭർത്താവാണെന്ന് ബന്ധുക്കളുടെ ആരോപണത്തിലാണ് പോലീസ് ഇപ്പോൾ നടപടിയിലേക്ക് കടന്നിരിക്കുന്നത്. ചാവക്കാട് സ്വദേശിയായ ഇബ്രാഹിമിനെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ഇയാളെ ചോദ്യം ചെയ്തു വരികയാണ്. അവണൂരിൽ കാണാതായ MBA വിദ്യാർത്ഥിനിയുടെ മൃതദേഹം തോട്ടിൽ നിന്ന് കണ്ടെത്തി. അരണാട്ടുകര ജോൺ മത്തായി സെന്ററിലെ 2ാം വർഷ വിദ്യാർത്ഥിനി അനുപ്രിയയുടെ മൃതദേഹമാണ് മണലിത്തറയ്ക്ക് സമീപമുള്ള തോട്ടിൽ നിന്നും കണ്ടെത്തിയത്. വെള്ളിയാഴ്ച രാവിലെ കോളേജിലേക്ക് പോയ അനുപ്രിയ തിരികെ എത്താത്തതിനെ തുടർന്ന് ബന്ധുക്കൾ പോലീസിൽ പരാതി നൽകുകയായിരുന്നു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് മൃതദേഹം കണ്ടെത്തിയത്. മരണകാരണം ഇതുവരെ വ്യക്തമായിട്ടില്ല. പ്രാഥമിക നടപടികൾക്കു ശേഷം മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി വിട്ടു നൽകി. ചാലക്കുടിയിൽ LDFന് പേയ്മെന്റ് സീറ്റ് എന്ന ആരോപണം. LDF മുൻ സ്ഥാനാർത്ഥി ഡെന്നിസ് കെ ആന്റണിയാണ് ഗുരുതര ആരോപണവുമായി രംഗത്തെത്തിയത്. കേരള കോൺഗ്രസ് M സീറ്റിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഡെന്നിസ് മത്സരിച്ചിരുന്നു. ചാലക്കുടിയിൽ LDFന് പേയ്മെന്റ് സീറ്റ് എന്ന ആരോപണം. LDF മുൻ സ്ഥാനാർത്ഥി ഡെന്നിസ് കെ ആന്റണിയാണ് ഗുരുതര ആരോപണവുമായി രംഗത്തെത്തിയത്. തോറ്റിട്ടും 5 വർഷം മണ്ഡലത്തിൽ പ്രവർത്തിച്ചു. കൊടിയേക്കാൾ വലുത് കോടിയാണെന്ന് ഈ തെരഞ്ഞെടുപ്പ് തന്നെ പഠിപ്പിച്ചെന്ന് ഡെന്നിസ് ഫേസ്ബുക്കിൽ കുറിച്ചു. സ്ഥാനാർത്ഥിയാണെന്ന് പാർട്ടി നേതൃത്വം അറിയിച്ചു. അവസാനം ചതിച്ചു. കടുത്ത മാനസിക വിഷമം നേരിട്ടുവെന്നും അദ്ദേഹം കുറിച്ചു. ഈ തെരഞ്ഞെടുപ്പിൽ മത്സര രംഗത്തു നിന്ന് ഞാൻ മാറി നിൽക്കുന്നതല്ല, മാറ്റി നിർത്തിയതാണ്, ചതിച്ചതാണ്. ചാലക്കുടിയുടെ പൊതു നന്മയ്ക്കും ആദിവാസികൾ ഉൾപ്പെടെയുള്ള സാധാരണക്കാരുടെ ക്ഷേമത്തിനുമായി ചാലക്കുടിയുടെ മണ്ണിൽ അലിഞ്ഞു തീരുന്നതുവരെ അക്ഷീണം പ്രവർത്തിക്കുകയും നിസ്വാർത്ഥമായി ഒരാനുകൂല്യവും ആരിൽ നിന്നും പറ്റാതെയുള്ള കഴിഞ്ഞ കാലങ്ങൾ ആവർത്തിക്കുകയും ചെയ്യുമെന്ന് എൻ്റെ പ്രിയപ്പെട്ടവരെ അറിയിക്കുന്നു. ഡെന്നിസ് കെ ആന്റണി കൂട്ടിച്ചേർത്തു. മീഡിയ ടൈം, ചാലക്കുടി. കലൂർ സ്റ്റേഡിയത്തിൽ നടക്കാനിറങ്ങിയ നടിയെ കയറിപ്പിടിച്ച കേസിൽ പ്രതി അറസ്റ്റിൽ. കത്രിക്കടവ് സ്വദേശി വിപിൻ റോയിയാണ് പാലാരിവട്ടം പോലീസ് പിടികൂടിയത്. കഴിഞ്ഞ വ്യാഴാഴ്ച വൈകിട്ടായിരുന്നു സംഭവം. നടിയെ തടഞ്ഞു നിർത്തിയ ശേഷം പ്രതി കയറി പിടിക്കുകയായിരുന്നു. പ്രതിക്കെതിരെ നടി മൊഴി നൽകിയിട്ടുണ്ട്. ഇയാൾ സോഷ്യൽ മീഡിയയിലൂടെ നിരന്തരം ശല്യം ചെയ്യുന്ന വ്യക്തിയാണെന്നും നടി പോലീസിനെ അറിയിച്ചു. സ്ത്രീത്വത്തെ അപമാനിക്കലടക്കമുള്ള വകുപ്പ് പ്രകാരമാണ് പ്രതിക്കെതിരെ പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഉടൻ തന്നെ പ്രതിയെ മജിസ്ട്രേറ്റിനു മുന്നിൽ ഹാജരാക്കുമെന്ന് പോലീസ് അറിയിച്ചു. പ്രീമിയം പെട്രോൾ വില കൂടിയതോടെ രാജ്യത്ത് സാധാരണ പെട്രോൾ, ഡീസൽ വില വർദ്ധിക്കുമോ എന്ന് ആശങ്ക. ഇൻഡസ്ട്രിയൽ ഡീസലിന് ലിറ്റർ 22 രൂപയാണ് വർദ്ധിച്ചത്. LPG കരിഞ്ചന്ത തടയാൻ കേന്ദ്രം നടപടി ശക്തമാക്കിയിട്ടുണ്ട്. 2 ഇന്ത്യൻ LPG കപ്പലുകൾ കൂടി ഹോർമൂസ് കടലിടുക്ക് കടക്കാൻ ഒരുങ്ങുന്നു എന്നാണ് വിവരം.
പ്രീമിയം പെട്രോളിന് ₹2.35 വരെയും വ്യാവസായിക ആവശ്യങ്ങൾക്കായി വൻതോതിൽ ഡീസൽ വാങ്ങുന്നവർക്ക് ലിറ്റർ 22 രൂപയോളവുമാണ് വില വർധനവുണ്ടായത്. ഇറാൻ ഇസ്രയേൽ സംഘർഷം തുടർന്നാൽ സാധാരണ പെട്രോളിനും ഡീസലിനും വില കൂടുമെന്നാണ് സൂചന. LPG ക്രമക്കേടുകൾ നടത്തുന്നവർക്കെതിരെ കേന്ദ്ര സർക്കാർ നടപടികൾ ശക്തമാക്കി. എണ്ണ, LPG, പ്രകൃതിവാതകം എന്നിവയുടെ ഉൽപ്പാദനം, ഇറക്കുമതി, സ്റ്റോക്ക് നില എന്നിവ അറിയിക്കണമെന്നാണ് നിർദ്ദേശം. ഗ്യാസ് വിതരണക്കാർ, പൈപ്പ് ലൈൻ ഓപ്പറേറ്റർമാർ, പ്രകൃതിവാതക ഇറക്കുമതിക്കാർ തുടങ്ങിയവർ എല്ലാ ദിവസവും സമഗ്രമായ വിവരങ്ങൾ കൈമാറണം. ഊർജ്ജ മേഖലയിലെ ആക്രമണങ്ങളെക്കുറിച്ചുള്ള ആശങ്കകൾ വർദ്ധിക്കുന്നതിനിടെ വിദേശകാര്യമന്ത്രി ഡോക്ടർ ജയശങ്കർ കാനഡ, ഓസ്ട്രേലിയ വിദേശകാര്യമന്ത്രിമാരുമായി സംസാരിച്ചു. പശ്ചിമേഷ്യയിലെ നിലവിലെ സാഹചര്യങ്ങൾ ചർച്ചയായി. 2 ഇന്ത്യൻ കപ്പലുകൾ കൂടി ഹോർമൂസ് കടലിടുക്ക് കടക്കാൻ തയ്യാറെടുക്കുകയാണ്. LPG ടാങ്കറുകളായ പൈൻ ഗ്യാസ്, ജഗ് വസന്ത് എന്നീ കപ്പലുകളാണ് ഹോർമൂസ് കടക്കുക എന്നാണ് വിവരം. മീഡിയ ടൈം, കൊച്ചി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കൊച്ചിയിൽ കൂട്ടാത്മഹത്യ. കൊച്ചി വടുതലയിൽ വാടകയ്ക്ക് താമസിക്കുന്ന തിരുവനന്തപുരം വിളപ്പിൽശാല സ്വദേശികളായ അശ്വതി നായർ, ശ്രീകുമാരി, 3 മക്കൾ എന്നിവരാണ് മരിച്ചത്. ചാവക്കാട് പ്രസവത്തിന് അക്യുപങ്ചർ ചികിത്സ തേടിയ യുവതി മരിച്ച സംഭവത്തിൽ ഭർത്താവ് പോലീസ് കസ്റ്റഡിയിൽ. ചാവക്കാട് സ്വദേശി ഇബ്രാഹിമിനെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ചാലക്കുടിയിൽ LDFന് പേയ്മെന്റ് സീറ്റ് എന്ന ആരോപണം. LDF മുൻ സ്ഥാനാർത്ഥി ഡെന്നിസ് കെ ആന്റണിയാണ് ഗുരുതര ആരോപണവുമായി രംഗത്തെത്തിയത്. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.